ഇങ്ങനൊരു ആംബിയൻസിൽ കൊണ്ടിരുത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വിമൽ കുമാർ കണക്ക് ഞാൻ തന്നെ ഇട്ട പേരല്ല. ശരി, അത് നിന്നെ കാണുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുറെ ഡാൻസ് സ്റ്റെപ്പുകളും പരിപാടിയൊക്കെ. അപ്പൊ ഞാൻ വെച്ചത് ഇങ്ങനെ അനുരാഗ് ബ്രോ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, ഡേയ് നമ്മുടെ പടമൊക്കെ നീ കൊറിയോഗ്രാഫി ചെയ്യൂടെ? ബ്രോ പിന്നെന്ത്. അപ്പൊ എനിക്കൊരു സ്പാർക്ക് അടിച്ചു. ചെറിയ മാസമാണ് ഞാൻ കൂടുതലും ഫിലിമിൽ അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുള്ളത്. മഹാനില് വിക്രം സാറിന്റെ കൂടെ. വിക്രം സാറിന്റെ ലാസ്റ്റ് ഇറങ്ങിയ വീരധീര സൂര്യയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊമോ സോങ്. റെട്രോ ആണെങ്കിലും റെട്രോയില് എല്ലാ സോങ്ങും ഞാനാണ് അസിസ്റ്റ് ചെയ്തത്. ഒരു സർപ്രൈസ് കോൾ ഉണ്ട്. സർപ്രൈസ് കോള്. ഷെരീഫ് മാസ്റ്റർ. അയ്യോ, ആ സമയത്താണ് സണ്ണിച്ചൻ വിളിച്ചിട്ട്, എടാ ഒരു പടമുണ്ട്, അതിലൊരു പാട്ടുണ്ട്, പക്ഷെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചോണ്ട് അത് ചെയ്യാൻ. നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു പാട്ട് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്ക് ആക്ച്വലി ഡയറക്ഷനാണ് താല്പര്യം കൂടുതലും. ഓക്കെ, കൊറിയോഗ്രാഫി ഒരു ഇഷ്ടമാണ്, കൊറിയോഗ്രാഫി ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ വാട വേട എന്ന് പറയുന്ന ഒരു സോങ്, അതിലും കൊറിയോഗ്രാഫർ സ്പ്രിങ് എന്ന് കണ്ടിരുന്നു. വേടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, അസാധ്യ പെർഫോമറാണ് പുള്ളിക്കാരൻ. സ്പ്രിങ്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം, എൻ്റെ ഒരു പുതിയ പടം ഇറങ്ങുന്നുണ്ട്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം. ഓക്കെ, നരിവേട്ട. ഓക്കെ, ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റപ്പ് ഞാൻ സത്യമായിട്ട് ആദ്യം വിചാരിച്ചത് നമ്മുടെ ഡയറക്ടർ ജിതിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നു. പക്ഷെ നീ ഇങ്ങനൊരു ആംബിയൻസിൽ കൊണ്ടിരുത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, നമുക്കത് കൊച്ചിയിലൊക്കെ കൊണ്ടുവച്ച് വലിയ രീതിയിലൊക്കെ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ സാഹചര്യവശാൽ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തു. സെറ്റാണെന്ന് വിചാരിക്കുന്നു. സെറ്റ്. ഓക്കെ. ഇത് ഇത്രയും നേരം ഭയങ്കര സീരിയസ് ആയിട്ടാണ്, പക്ഷെ ഫണ്ണി ആയിട്ടൊക്കെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, OED മീഡിയയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം ഫണ്ണിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വന്നതാണ്, ഈ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ നിർഭാഗ്യവശാൽ കുറച്ച് സീരിയസ് ആയി പോയി. ഞാനും അത് ആലോചിച്ചു, നീ എന്തിങ്ങനെ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു പേര് ചൂസ് ചെയ്യാനുള്ള, അതിന്റെ പിന്നിലുണ്ടായ അങ്ങനെ മാറ്റാനുള്ള ഒരു കാരണം? അത് ഞാനായിട്ട് മാറ്റിയതല്ല. +2 കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഡാൻസ് ടീമിൽ വർക്ക് ചെയ്ത് വന്നു. അപ്പോൾ ഒരു 4-5 ഡാൻസ് ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും, അതായത് ഡാൻസ് ടീമായിട്ട് ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും ലാസ്റ്റ് മിസ്റ്റിക് മങ്കീസ് എന്ന് പറഞ്ഞു ഉല്ലാസ് ചേട്ടൻ്റെ ടീമിലാണ്. ഉല്ലാസ് ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് സ്പ്രിങ് എന്ന് വിളിക്കാൻ. അല്ല, ഈ ഉല്ലാസ് എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന സിനിമാറ്റിക് ഇതാണോ അതോ പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ നിൽക്കുന്നതാണോ? അല്ല, ആ സമയത്ത് ഉല്ലാസ് ചേട്ടനും സ്റ്റേജ് ഷോസും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഉല്ലാസ് ചേട്ടനാണ് എന്നെ സ്പ്രിങ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ പുറത്താർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ആ ഉല്ലാസ് ചേട്ടൻ സ്റ്റേജ് ഷോസിൽ നിന്ന് നേരെ സിനിമയിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ജോൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ടൂർണമെന്റ് എന്ന് പറഞ്ഞൊരു സിനിമ, ഫഹദിന്റെ പടം, ലാൽ സാർ ഡയറക്ട് ചെയ്ത ഫഹദ് ഫാസിൽ ഒക്കെ ഉള്ള പടം. അപ്പൊ അത് ഡയറക്റ്റ് അത് ജോൺ ചേട്ടൻ ആക്ട് ചെയ്യാൻ പോയത്. അങ്ങനെ ജോൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, ജോൺ ചേട്ടൻ ഉല്ലാസ് തന്നെയാണ് വിളിച്ചത്. പക്ഷെ ഉല്ലാസ് ചേട്ടൻ ഉറുമി എന്ന് പറഞ്ഞൊരു പടത്തിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോൾ എന്നെയും കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ജോൺ ചേട്ടൻ സ്പ്രിങ് എന്ന് പറഞ്ഞ പേര് അറിയാം. ജോൺ ചേട്ടൻ. അപ്പൊ ജോൺ ചേട്ടൻ ലാൽ സാറിന്റെ വീട്ടിൽ പോയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്പ്രിങ് എന്നാണ്. അപ്പൊ അവിടെ ശരിക്കും അത് കളിയാക്കി വിളിച്ചതാണ്? അങ്ങനൊന്നല്ല, മുടി സ്പ്രിങ്, നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ ഷൂട്ടിന്റെ അതിന് പോയപ്പോൾ ലാൽ സാർ ഫഹദ് ഫാസിൽ എല്ലാരും ജോൺ ചേട്ടൻ വിളിക്കുന്ന കണ്ടിട്ട് എല്ലാരും സ്പ്രിങ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഷൂട്ടിന് ഒരു 5 ദിവസത്തെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഒരു 5 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ 10 ദിവസവും എല്ലാവരും എന്നെ സ്പ്രിങ് എന്നാണ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഫേസ്ബുക്ക് പേരൊക്കെ അങ്ങ് മാറ്റി ഞാൻ സ്പ്രിങ് ആക്കി. ഓക്കെ, അന്നോട്ട് സ്പ്രിങ് എന്നാണ് അറിയാം. എല്ലാവരും പതുക്കെ സ്പ്രിങ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് ഈ പേര് വന്നത്. അല്ലാതെ വിമൽ കുമാർ കണക്ക് ഞാൻ തന്നെ ഇട്ട പേരല്ല. ശരി, ഈ ഡാൻസിലേക്ക് എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം മുതലേ ഡാൻസ് ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുമായിരുന്നു? ഇല്ല, അങ്ങനല്ല. കൊച്ചുനാൾ മുതലേ ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഡാൻസ് ഫീൽഡിലോട്ട് വന്നതും യാദൃച്ഛികമായിട്ടാണ് ഞാൻ സിനിമ ഫീൽഡിലോട്ടും വന്നത്. സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? സിനിമയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉല്ലാസ് ചേട്ടൻ്റെ കൂടെ ഞാൻ സ്റ്റേജ് ഷോ ചെയ്ത് നടന്ന സമയത്താണ് ഉല്ലാസ് ചേട്ടൻ സിനിമ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ
സിനിമയിൽ ഡാൻസ് കളിക്കാൻ ഉല്ലാസേട്ടൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന സോങ്ങിലെല്ലാം ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയനിൽ നിന്ന് മനോജ് മാസ്റ്ററും ഉണ്ണിച്ചേട്ടനും വിളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ ഓഡീഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഓഡീഷന് പോയി. അങ്ങനെയാണ് ഞാൻ ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയനിലോട്ട് വരുന്നത്. സ്പ്രിങ്ങിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് 8 പോയിന്റ് ആർട്ട് കഫേ എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഒരു ഗാലറി ഒക്കെയാണ്. അവിടെ ഒരു വേറെ പടത്തിന്റെ ഡിസ്കഷനായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നതാണ്. അന്ന് കുറേ സിനിമകളൊക്കെ കാണുന്ന, ഒരു തമിഴ് പടമൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സുഹൃത്ത്, അതായത് അരുൺ, നമ്മൾക്കിടയിലുള്ള ഒരു സുഹൃത്താണ്. പുള്ളി സിനിമാട്ടോഗ്രാഫറാണ്. അന്ന് നിന്നെ കാണുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുറേ ഡാൻസ് സ്റ്റെപ്പുകളും പരിപാടിയൊക്കെ. അപ്പം ഞാൻ വെച്ചത് ഇങ്ങനെ കാര്യം ശരിക്കും അന്നും ഈ പറയുന്ന സിനിമ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലും അത് തന്നെയായിരുന്നു ഒപ്പുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്ന് നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പം ആത്മാർത്ഥമായിട്ട് പറയാമല്ലോ, സന്തോഷമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന നരിവേട്ട, എങ്ങനെയാണ് നരിവേട്ടയിലേക്കുള്ള ഒരു ട്രാവൽ എങ്ങനെയായിരുന്നു? നരിവേട്ടയിലേക്കുള്ള ട്രാവൽ, നരിവേട്ട ഒരു ദിവസം വൈകുന്നേരം അനുരാജ് മനോഹർ, പടത്തിന്റെ ഡയറക്ടർ അനുരാജ് ബ്രോ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, ഡേ നമ്മുടെ പടമൊക്കെ നീ കൊറിയോഗ്രാഫി ചെയ്യുകയോടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ പിന്നെന്ത്. അപ്പൊ ഇഷ്ക് കഴിഞ്ഞിട്ട് അനുരാജ് ബ്രോ ഏത് പടമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ബ്രോ വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലോട്ട് വരുന്നത്, നരിവേട്ടയിലോട്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പാട്ടിന്റെ പരിപാടികളിലോട്ട്. ശരിക്കും അതൊരു ട്രൈബൽ ഒരു സോങ് ആയിട്ടല്ലേ അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്? വയനാട് ഈ നരിത്തൂക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ആദിവാസികളുടെ അവരുടെ ഒരു നരിത്തൂക്ക് എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട്. അവരുടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ ആ ഫെസ്റ്റിവല് ഈ പടത്തില് അതിന്റെ ഒരു ചെറിയ ഭാഗം ആണ് ഈ സോങ്ങില് അവര് ഡയറക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ അത് നമ്മുടെ ഈ ഡാൻസേഴ്സിനെ ഇവിടുന്ന് കൊണ്ടുപോയി, ഇപ്പം നമ്മളെ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നവരെ കൊണ്ടുപോയി അത് ആ പാട്ട് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അനുരാജ് ബ്രോ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ കുറച്ചു പേരുണ്ട്, അവര് നിലവില് അവര് ട്രൈബൽ ഇതിൽപ്പെട്ട ഇല്ലെങ്കിൽ അങ്ങനെ ഡാൻസ് കളിക്കുന്ന എന്തെങ്കിലും അവര് അങ്ങനെ പാട്ടിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഡാൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഈ പാട്ടിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ബത്തേരിയിൽ അവരുടെ ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ അങ്ങനെ ഓഡീഷൻ പോലെ ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ആ ഡാൻസേഴ്സിന്. ഞാൻ അങ്ങനെയാണ് അത് യൂസ് ചെയ്തത് ആ പാട്ടിൽ അവരെ. ശരിക്കും അതൊരു ട്രഡീഷണൽ സാധനമല്ലേ അത്ര ഒരു സ്റ്റെപ്പുകളൊക്കെ? ശരിക്കും അവര് കാലാകാലങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു അനുരാജ് ബ്രോയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ശൈലി ആയിരിക്കണം അതിൻ്റെ അകത്ത്. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അപ്പൊ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്റ്റഡി എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് നോക്കിയായിരുന്നു. എന്ന് വെച്ചാൽ സ്റ്റഡി എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസും സംഭവങ്ങളൊക്കെ നെറ്റ് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് ഈ പാട്ടിന് ആപ്റ്റായിട്ടുള്ള സ്റ്റെപ്സ് ഏതാണ് അത് അങ്ങനെയൊക്കെ ചെയ്ത് അതൊരു സ്റ്റോറി പോലെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫങ്ഷൻ, അവർ ഡാൻസ് കളിച്ച് നടക്കുമ്പോൾ ഒരു പുലിവേഷം കിട്ടിയ ഒരു കുട്ടി വരുന്നതും ആ പുലിയെ ഇവര് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ ദൈവത്തിന് നാക്കറുത്ത് കൊടുക്കുക, അങ്ങനെ ഒരു. അത് ശരിക്കും അതൊരു അവിടെ അങ്ങനെയുള്ള ഒരു ഇത് ഉള്ളതാണോ അതോ കഥയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത സ്റ്റോറിയാണ്? ആക്ച്വലി നിലവിലുള്ള ഒരു സാധനമാണ്. ആ സാധനമാണ് ഇതിലോട്ട് പ്ലേസ് ചെയ്തത്. ചെറിയൊരു പോർഷനാണ്. അങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആ കുട്ടിയെ എങ്ങനെയാണ്? കുട്ടി ഓൾറെഡി ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് ഇവരെ ഈ അനുരാജ് ബ്രോ പറഞ്ഞിട്ട് അവരുടെ സ്ഥലത്ത് പോയിട്ട് ഈ വലിയ ആൾക്കാരുണ്ടല്ലോ അവരെ സെലക്ട് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ റോഡിൽ വെച്ചൊരു പയ്യനെ കണ്ടു. അപ്പൊ ഞാൻ ആ പയ്യന്റെ അടുത്ത് അവൻ ഒരു എന്തുകൊണ്ട് ചാടി നടക്കുന്ന ഒരു പയ്യൻ. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കറങ്ങോ, കരണം മറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചു, നീ ചുമ്മാ പുലിയെ കണക്കൊന്ന് അലറി കാണിക്കാൻ പറഞ്ഞു. അവൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് അലറിയൊക്കെ
ഓക്കെ. അപ്പൊ എനിക്കൊരു സ്പാർക്ക് അടിച്ചു. അപ്പൊ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് അടുത്ത ദിവസം തൊട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അവൻ അല്ല അങ്ങനെ വഴിയെ കണ്ട കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ അവരുടെ അച്ഛനും അമ്മയും എല്ലാം അല്ല ഇതിനകത്ത് ഇതിന്റെ അകത്തുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പാട്ടിലുണ്ട്. ഓക്കെ. അപ്പോ അടുത്ത ദിവസം തൊട്ട് അവനെ പ്രാക്ടീസിന് വിളിപ്പിച്ചു. അവൻ അസാധ്യമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്തത് രാത്രി 2 മണി 3 മണി സമയമാണ്. ആ സമയത്തും അവൻ ആ ഒരു എനർജി തന്നെ നിന്നവൻ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ചെറിയ പോർഷൻ ആണെങ്കിലും അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അല്ല ആ ഒരു കുട്ടിയുടെ ഐഡിയ ശരിക്കും ഈ പറയുന്ന കൊറിയോഗ്രാഫിയുടെ ഭാഗത്തുനിന്ന് വന്നതാണോ അതോ? അനുരാഗ് ഇപ്പൊ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കുട്ടി. അപ്പൊ അതിന്റെ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്തത് എങ്ങനെയാണ്? അതെല്ലാം കോസ്റ്റ്യൂം ഡിസൈനർ തന്നെ ചെയ്തു. ഓക്കെ. അല്ല ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കഥ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തിന്റെ ഒരു മീറ്റർ നോക്കിയിട്ടാണോ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സോങ്ങിൽ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത്? ഓക്കെ. ആ ക്യാരക്ടറിന് ഓൾറെഡി ആ സിനിമയ്ക്കകത്തൊരു കോസ്റ്റ്യൂം കാണും. ഓക്കെ. അല്ല അതായിരിക്കും. ഇപ്പൊ ഞാൻ ആർട്ട് മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളോട് ആയതുകൊണ്ട് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പം ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നവര്, ഇപ്പോൾ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നവരാണ് നമ്മളോട് ആ സമയത്ത് ഇങ്ങനെ ആർട്ട് വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അത് ഡയറക്ടർക്ക് അതിനകത്ത് എത്രത്തോളം? കോസ്റ്റ്യൂമിന്റെ കാര്യമാണ്. കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് ആണെങ്കിലും ഒരു കൊറിയോഗ്രാഫർക്ക് അത് ഡിസ്കഷന്റെ ഭാഗമായിട്ട് അത് ഡയറക്ടറുമായിട്ടുള്ളൊരു മീറ്റിംഗിൽ തന്നെയാണ് അതെല്ലാം ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. മെയിൻ ആയിട്ട് ഡയറക്ടറിന്റെ ഇത് വേണമല്ലോ. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടറാണ്. അപ്പൊ പുള്ളിയുടെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ഇവര് ഏതെങ്കിലും ഒരു ഘട്ടത്തില് സ്പ്രിങ് വന്നിരിക്കുന്ന ഒരു സിനിമാറ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു ട്രൈബൽ ഡാൻസ് എന്ന് പറയുന്ന സംഗതിയുടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പുതിയ ആൾക്കാരാണ്, ഇപ്പം ഡാൻസേഴ്സ് യൂണിയനിൽ നിന്നൊക്കെയാണല്ലോ നിങ്ങൾ ഡാൻസേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്, ഇത് ഒരു പരിചയമില്ലാത്ത ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ? ഇല്ല, ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ചെയ്തത് അവരെ കൊണ്ട് സിനിമാറ്റിക് ഡാൻസ് കളിപ്പിക്കല്ലേ. ഓക്കെ. അവരെ കൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ് ചെയ്യിപ്പിച്ചത്. ഓക്കെ. ഓക്കെ. അത് എനിക്ക് ചലഞ്ചിങ് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ യൂണിയനിലുള്ള ഡാൻസേഴ്സിന് ക്യാമറ മൂവ്മെന്റ് അറിയാം. ഓക്കെ. ക്യാമറ വരുന്ന അറിയാം, ഇതെല്ലാം അറിയാം. എങ്ങോട്ട് നോക്കണമെന്ന് അറിയാം. നമ്മൾ പറയാതെ തന്നെ അവർക്ക് അറിയാം. ഇപ്പൊ ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയനിലുള്ളവർക്ക് അതറിയാം. പക്ഷെ എന്റെ ചലഞ്ചിങ്ങും ഇതായിരുന്നു, അവർക്ക് ക്യാമറ അറിയില്ല എന്താ സംഭവം. ഓക്കെ. അതേപോലെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോസിനകത്തൂടെ കുറേ ഡാൻസേഴ്സ് പുറത്ത് വരാറുണ്ട്. അതായത് മിക്ക ഇയറിലും ഇല്ലെങ്കിൽ നമ്മൾ സ്കൂൾ തലത്തിലാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും സ്റ്റേജ് പെർഫോമൻസിലൂടെ നമ്മൾ നിരവധി ആൾക്കാരാണ്. പക്ഷെ അവരൊന്നും സിനിമയിലേക്ക് എത്തുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? ഇല്ലെങ്കിൽ ഡാൻസേഴ്സ് ആണോ? ആ ഡാൻസേഴ്സ് ഒരു മലയാളത്തിൽ തന്നെ ആണെങ്കിലും ഡാൻസേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. മാസ്റ്റേഴ്സ് അല്ല, ഇപ്പൊ റംസാൻ റിയാലിറ്റി ഷോന്ന് വന്നേണ്. അതെ. അതല്ലാതെ മൈസെൽഫ് മൈ മൂവ്സില് സുമേഷ് ജിഷ്ണു, ഇവരും റിയാലിറ്റി ഷോ ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളവരാണ്. ഇവരെ ഇപ്പൊ പടം ചെയ്യുന്നുണ്ട്, ഇപ്പൊ പ്രൊമോ സോങ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പടത്തിലുള്ള സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇവര് രണ്ടുപേരും തന്നെ എനിക്ക് അറിയാം. അല്ല, ഈ സിനിമാറ്റിക് ഡാൻസും ഈ പറയുന്ന അതായത് സ്റ്റേജ് പെർഫോമൻസ് അതും ഈ പറയുന്ന സിനിമയിലെ ഡാൻസും ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് പറയാം? സ്റ്റേജിലെ ഡാൻസ് ഒരൊറ്റ ഒരു ഇതിൽ നിന്ന് അവർക്ക് ഡാൻസ് പെർഫോം ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് കുറച്ച് ഫോർമേഷൻസ് ഒക്കെ കാണും. അവർക്ക് ക്യാമറ ആംഗിളും അതും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പക്ഷെ അത് സിനിമയിലോട്ട് വരുമ്പോൾ ക്യാമറ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇടേണ്ടി വരും. അതും സ്റ്റേജിൽ ചെയ്യുന്ന സ്റ്റെപ്സ് സിനിമയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് വർക്കൗട്ട് ആവും എന്ന് പറയാം. അതുപോലെ തന്നെ സിനിമയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് അത് സ്റ്റേജിൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഓക്കെ. അതായത് ഈ നാടക ആർട്ടിസ്റ്റുകൾ അവർ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു അകലത്തിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് അവർക്ക് അതിൻ്റെ ക്യാരക്ടറിനെ കിട്ടാൻ വേണ്ടി അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും പെരുമാറുന്നത് പോലെ തന്നെ ഡാൻസേഴ്സിനൊക്കെ അത്ര ഒരു സംഗതി വ്യത്യാസമുണ്ട്. നരിവേട്ടയുടെ ഈ സോങ് ഷൂട്ട് ചെയ്ത് എത്ര ദിവസം കൊണ്ടാണ്? അത് 2 നൈറ്റ്. പ്രാക്ടീസോ?
പ്രാക്ടീസ് ഒരു 2-3 ദിവസം പ്രാക്ടീസ് മൊത്തം ഒരു 5 ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ. ഈ കുറഞ്ഞ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു ഇവരായിട്ട് പുതിയ ആൾക്കാരെ വെച്ചിട്ട്? പുതിയ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സംഭവമായിരുന്നെങ്കിൽ ഓക്കെ, എനിക്ക് പണി കിട്ടിയാണ്. സ്പ്രിങ്ങിൻ്റെതായിട്ടുള്ള സ്റ്റെപ്സുകൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്, നരിവേട്ടയ്ക്ക് വേണ്ടി മാത്രം? ഇല്ല, സ്റ്റെപ്സ് ഡിസൈൻ ചെയ്യാൻ അനുരാജ് ബ്രോയ്ക്ക് നിർബന്ധമായിരുന്നു. അനുരാജ് ബ്രോ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ സിനിമാറ്റിക് സംഭവം ഒരിക്കലും വരാൻ പാടില്ല, ഇവരുടേതായ സ്റ്റൈൽ ഇതിൻ്റെ അകത്ത് അത് അതിൽ നിന്ന് മാറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഇത് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോറി കൊണ്ടുവരണം. ഞാൻ ഇവരെ കൊണ്ട് ആ സ്റ്റോറി ചെയ്യിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അവര് ഡാൻസ് കളിച്ചിരിക്കുന്നു, അവിടെ ഒരു നരി വരുന്നു, ഒരു കുട്ടി വേഷം കെട്ടി വരുന്നു, അതിനെ ആക്രമിച്ച് പിടിക്കുന്നു, എന്നിട്ട് നാക്കറുത്ത് അങ്ങനെ ദൈവത്തിന് കൊടുക്കുന്നു. ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അത് പടത്തിലൊരു പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഈ സോങ് എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ, ഇല്ലെങ്കിൽ ആ സോങ്ങിന്റെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ, പ്രധാനപ്പെട്ട ഒരു പോർഷനിലാണ് ഇത് വരുന്നത്. ഇതിനു മുമ്പ് എത്ര സിനിമ ചെയ്തിട്ടുണ്ട് നിലവിൽ ഇതുവരെ? 10-15 പടം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ പടങ്ങൾ. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ സണ്ണി വെയിന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നൊരു സംഭവം പൊതുവിൽ ഇങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ട്. ഈ പുള്ളി ഇങ്ങനെ പൊതുവിൽ ഇങ്ങനെ നമ്മളിപ്പോ കേട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പൊ പോക്കിരി സൈമൺ എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹത്തെ നല്ല, അത് എന്റെ മാസ്റ്റർ ഷെറി മാസ്റ്റർ ആയിരുന്നു അതിന്റെ കൊറിയോഗ്രാഫർ. ഓക്കെ ഓക്കെ, ഞാനായിരുന്നു അതിന്റെ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ. ഓക്കെ ഓക്കെ. അപ്പൊ അതിനുശേഷം പുള്ളികളുടെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു സിംഗിൾ ടേക്കിൽ പോകുന്ന ഒരു സോങ് ഞാനാണ് അത് ഷൂട്ട് ചെയ്തത്. ഓക്കെ. അത് ശരിക്കും ഒരുപാട് ടൈം എടുത്തിരുന്നു? ഇല്ല, അത് ആക്ച്വലി അതൊരു 3.5 മിനിറ്റ് സോങ് ആണ്. അതൊരു ദിവസം ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ പ്രാക്ടീസ് ചെയ്തു. ഒരു 3-4 തവണ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ, പിന്നെ ഒരു 3 ടേക്ക് എടുക്കുന്നു. ഓക്കെ. 3ാമത്തെ ടേക്ക് ഓക്കെ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിനകത്തൊക്കെ ഷെറീഫ് മാസ്റ്റർ, ഫഹദ് ഫാസിൽ ഇവരെ കുറിച്ചൊക്കെ കൂടുതൽ എഴുതുകയും കാണുകയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്താണ് അവരെ കുറിച്ചൊക്കെ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഷെറീഫ് മാസ്റ്ററിനെയാണ് ഞാൻ കൂടുതലും ഫിലിമിൽ അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുള്ളത്. ഓക്കെ. ഷെറീഫ് മാസ്റ്റർ കാരണം നമ്മൾ ഫെഫ്ക ഡാൻസേഴ്സിനുള്ള ഒരുപാട് പേർക്ക് തമിഴിലെ വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ രജനി സാറിന്റെ കൂടെ പേട്ടയിൽ ഡാൻസ് കളിക്കാൻ പറ്റി. അതല്ലാതെ മഹാനില് വിക്രം സാറിന്റെ കൂടെ, അതല്ലാതെ എനിക്ക് ഇപ്പോൾ വിക്രം സാറിന്റെ ലാസ്റ്റ് ഇറങ്ങിയ വീരധീര സൂര്യയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊമോ സോങ് റെട്രോ. ഇപ്പൊ റെട്രോ ആണെങ്കിലും റെട്രോയിൽ എല്ലാ സോങ്ങും ഞാനാണ് അസിസ്റ്റ് ചെയ്തത്. സോ അതൊരു റെട്രോയുടെ ഈ കോമിക് സ്റ്റൈലുള്ള കുറച്ച് സാധനത്തിനകത്ത് ഞാൻ കണ്ടിരുന്നു. BTS അതെല്ലാം പ്രൊമോഷൻ ഐഡിയാസ് ആണ്. അതല്ലാതെ ആ കനിമ സോങ് ഇത്രയും ട്രെൻഡിങ് ആയത്, അത് കനിമ സോങ് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം അത് സിംഗിൾ ഷോട്ടായിരുന്നു. ഒരു സർപ്രൈസ് കോളുണ്ട്, സർപ്രൈസ് കോള്. അത് നമുക്ക് അതിനകത്തേക്ക് വരാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സ്പീക്കറിലാണ് സാർ, സംസാരിച്ചോളൂ. ഹലോ, ഡാൻസ് മാസ്റ്റർ സ്പ്രിംഗോ. ഷെറീഫ് മാസ്റ്റർ. അയ്യോ, എന്താ മോനെ, സുഖം തന്നെ? സുഖമാണ്. சொல்லுங்க சார். சொல்லுங்க மாஸ்டர். Very happy for you for the film and everything. Thank you. You have to grow more. நிறைய பணம். Yeah, sure. நிறைய பணம் அடிச்சு தூக்கு. Yes. தூக்குறேன். இந்த இன்டர்வியூ போயிட்டு இருக்கா? ஆமா மாஸ்டர். ஓகே, சூப்பர். இது ரொம்ப சர்ப்ரைஸ் ஆயிடுச்சு. சர்ப்ரைஸா? ஆமா, காலையே சொன்னாங்க. ஓ அப்படியா? எனிவே, இந்த படம் நல்லா உனக்கு ஒரு பிக் ப்ரொஃபைலா உனக்கு லான்ச் ஆகணும். நிறைய பெரிய படங்கள் பண்ணும். மலையாளம், தமிழ், தெலுங்கு, ஹிந்தி எல்லாமே பண்ணும். ஓகே, தேங்க்யூ மாஸ்டர். தேங்க்யூ ஸோ மச். ஓகே, அப்புறம் அந்த படத்தோட எக்ஸ்பீரியன்ஸ் பத்தி சொல்லு. படத்தோட எக்ஸ்பீரியன்ஸ் ஃபர்ஸ்ட் டைம் தான் மாஸ்டர். எனக்கு இப்போவும் ஞாபகம் இருக்கு. நான் ஃபர்ஸ்ட் படம் கொரியோகிராஃபி பண்ணிட்டு நான் வந்து மாஸ்டர் என்கிட்ட எக்ஸ்பீரியன்ஸ் கேட்டேன். அப்போ நான் சொன்னேன், மாஸ்டர் நான் வந்து ரொம்ப எக்ஸ்பெக்ட் பண்ணி போனேன், ஆனால் எனக்கு அது கிடைக்கல, எனக்கு இது கிடைக்கல, அந்த மாதிரி நான் சொன்னேன். அப்போ மாஸ்டர் தான் என்கிட்ட சொன்னேன்,
டேய் உனக்கு ஃபர்ஸ்ட் படம் ஒன்றும் சங்கர் மணிரத்னம் படம் ஒன்றும் கிடைக்காது. ஸோ இதெல்லாம் எக்ஸ்பீரியன்ஸ் தான், அப்போ தான் கற்றுக்க முடியும்னு எல்லாம் சொன்னேன். ஸோ அதுதான், அதுக்கப்புறம் எல்லாமே எனக்கு அதொரு எக்ஸ்பீரியன்ஸ் தான். அந்த எக்ஸ்பீரியன்ஸ் வச்சு தான் நான் இந்த படம் வந்து அது பெரிய படம், அதுவும் இல்லை நிறைய க்ரௌட் இருந்தது. ஸோ சேலஞ்சிங்கான ஒரு சாங், ஒரு ட்ரைபல் சாங். ஸோ அதில் ஒரு ஸ்டோரி கொண்டு வரணும். ஸோ ரொம்ப என்ன அது பெரிய எக்ஸ்பீரியன்ஸ் தான் மாஸ்டர். அது நல்லா இருந்தது. இது வந்து எல்லா படத்துலயும் வந்து we will gain some experience. எப்பவுமே எல்லா படத்துலயுமே அது மாதிரி, எல்லா படத்தையுமே அதை அப்படி எக்ஸ்பீரியன்ஸ் எடுத்துக்கணும். ஃபர்ஸ்ட் படம் நம்மளுக்கு செகண்ட் படம் அப்படின்றதுலாம் கிடையாது. எல்லா படமுமே ஃபர்ஸ்ட் படம் மாதிரி பார்க்கணும். குட் தட் உனக்கு பிடிச்ச மாதிரி ஒரு படம் அமைஞ்சதுக்கு வந்து வெரி ஹாப்பி. தேங்க்யூ மாஸ்டர். அதான் கான்ட்ரா யூ டு லாட் மோர் and you should be proud. I'm very proud of you. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. നാളെ വിളിക്കാം ഞാൻ. ഓക്കെ 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 ഇത് പൊളിച്ച്. ഓക്കെ, വിചാരിച്ചില്ല. താങ്ക് യു. ഇത് കൊള്ളാം. ഫഫ പറയൂ. ഫഫ ഷാനി ചേട്ടൻ. ഷാനി ചേട്ടന് ടൂർണമെന്റ് ഞാൻ പറഞ്ഞില്ല, ടൂർണമെന്റിന്റെ സമയത്താണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. 5 ദിവസം വർക്ക്ഷോപ്പ്, 5 ദിവസം കറങ്ങിയടിച്ച് നടപ്പ്, ഓക്കെ, 5 ദിവസം കഴിഞ്ഞ് 5 ദിവസം ഷൂട്ട്. അതിന് ശേഷമുള്ള ബന്ധമാണ് അത്. ഇപ്പോഴും അതേപോലെ തന്നെ, ഞാൻ ഒരു മാറ്റവും ഇല്ല. ഞാൻ പല സെറ്റ് ഞാൻ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സമയത്ത് എനിക്ക് അടുത്ത് പോയി സംസാരിക്കാൻ വരെ മടിയായിരുന്നു. ഈ അവിടെ ക്രൗഡിന്റെ ഇടയിൽ ഞാൻ മോളിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ മോളിൽ എന്നെ കണ്ടിട്ട് വിളിച്ച് ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. അതാണെന്ന് തോന്നുന്നു മറ്റേ ഇൻസ്റ്റാഗ്രാമിലാ കൈയെടുത്ത് കാണിക്കുന്ന റീലുണ്ട്. അപ്പൊ അതിൽ ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പലതവണ കണ്ടിട്ടുണ്ട് ഞാൻ. അൽത്താഫിന്റെ പടത്തിന്റെ അതിലും പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തത് ഓക്കെ ഓക്കെ ഈ പറഞ്ഞ ഫഫയും ഷാനിച്ചാനും ഷെറീഫ് മാസ്റ്ററും സണ്ണി വെയിനും. സണ്ണിച്ചനും ഈ പറഞ്ഞ ഈ 3 പേരും എനിക്ക് ഏറ്റവും വേണ്ട. സണ്ണിച്ചനുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഈ പോക്കിരി സൈമൺ അതുവഴിയാണ് എനിക്ക് ഫ്രഞ്ച്. സണ്ണിച്ചനാണ് വിളിച്ച് എനിക്ക്. അതിനകത്ത് എന്തോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സാധനം അദ്ദേഹം കോൾ ചെയ്യുന്നതിനകത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ ഷെറീഫ് മാസ്റ്ററിന്റെ സെറ്റിലായിരുന്നു. മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ സെറ്റിലായിരുന്നു. ഓക്കെ. ആ സമയത്താണ് സണ്ണിച്ചൻ വിളിച്ചിട്ട്, എടാ ഒരു പടമുണ്ട്, ഒരു പാട്ട്, അതിലൊരു പാട്ടുണ്ട്, പക്ഷെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചോണ്ട് അത് ചെയ്യാൻ, നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ. ഓക്കെ. ഞാൻ പറഞ്ഞു ഒരു പാട്ട് ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് സണ്ണിച്ചാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അതല്ലാതെ ഒരുപാട് ഇടയ്ക്കൊക്കെ എന്താ പറയുന്നത്, ഞാൻ ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയുന്ന സമയത്തും ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അതൊക്കെ വിട്, അതല്ലാതെ നീ സിനിമ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട്. ഞാൻ നിന്റെ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ബ്രദറിനെ പോലെ തന്നെ സണ്ണിച്ചൻ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഫിലിമിലേക്ക് പതുക്കെ വരണമെന്നായിരുന്നു. ഇനി പറഞ്ഞ സ്ഥിതിക്ക് പറയാണ്, സർക്കിള് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട്, അപ്പോൾ എന്താണ് സർക്കിളിനെ കുറിച്ച് ഇനി എന്തെങ്കിലും? സർക്കിൾ ഷോർട്ട് ഫിലിം ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് ലോക്ക്ഡൗൺ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അത് നമ്മുടെ ഉപ്പുമുളകിലെ ശങ്കരണ്ണൻ എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ്. അപ്പൊ ശങ്കരണ്ണനെ വെച്ചിട്ട് ഞാൻ ലോക്ക്ഡൗൺ വീഡിയോസ് എടുത്തു തുടങ്ങി. ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചുകൂടെ വലുതായിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ ലെങ്ത് ആയിട്ടൊരെണ്ണം ചെയ്താലെന്നു വെച്ചാൽ അങ്ങനെ. പക്ഷെ അങ്ങനെ ആയിരുന്ന സമയത്ത് പൈസയുടെ ബുദ്ധിമുട്ട് വന്നു. എങ്ങനെ പൈസ ഉണ്ടാകും? ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിൽ പൈസ വേണമല്ലോ, പ്രൊഡ്യൂസർ വേണമല്ലോ. പിന്നെന്ത് ചെയ്യാൻ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം എല്ലാവരോടും 100 രൂപ ചോദിച്ചു. അതായത് ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ്. പക്ഷെ 100 രൂപ ആണെങ്കിൽ 1000 തന്നവരുണ്ട്, 500 തന്നവർ, 10,000 തന്നവർ, 40,000 തന്നവരുണ്ട്. അങ്ങനെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് ആർട്ടിസ്റ്റ് ചേട്ടൻ ആണ് മെയിനായിട്ട് എനിക്ക് പൈസ തന്നിട്ട് നീ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. പിന്നെ അക്ക അണ്ണൻ, ചെന്നൈയിലുള്ള അക്ക അണ്ണൻ. അതല്ലാതെ ഈ പറഞ്ഞ സണ്ണിച്ചൻ തന്നിട്ടുണ്ട്. സണ്ണിച്ചൻ പ്രൊഡ്യൂസറാണ്.
പ്രൊഡ്യൂസർ എന്നെ സണ്ണിച്ചൻ Okay. തന്നിട്ടുണ്ട്. അതല്ല ശാന്തി മാസ്റ്റർ തന്നിട്ടുണ്ട്, ഓക്കെ. ചെറി മാസ്റ്റർ തന്നിട്ടുണ്ട്. ശാന്തി മാസ്റ്റർ ഈ ഒരു നരിവേട്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അല്ല മാസ്റ്റർ ശാന്തി മാസ്റ്ററിന് ഭയങ്കര കാര്യമാണ് എൻ്റെ അടുത്ത്. അപ്പൊ മാസ്റ്റർ അത് നരിവേട്ട ഇറങ്ങിയ സമയത്ത് ഓക്കെ ഈ ഇതൊക്കെ കണ്ടിട്ട് മാസ്റ്റർ പറഞ്ഞതാണ്. പിന്നെ അങ്ങനെയാണ് ഞാൻ സർക്കിൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു, ഗംഭീരമായിട്ടുള്ള Thank ഷോർട്ട് you. ഫിലിം ആയിരുന്നു. ഈ കോവിഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്ത് കോവിഡ് ടൈമിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. കോവിഡ് ടൈം ഒന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതി, ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫിലിം കമ്പനിയായിട്ട് ചേർന്നുള്ള ഒരു പരസ്യം. അപ്പൊ അത് പരസ്യം ആക്ട് ചെയ്തായിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തായിരുന്നു ഓപ്പോസിറ്റ് രമ്യ നമ്പീഷ്. ചീനവല എന്ന് പറഞ്ഞൊരു ആഡ് ചെയ്തായിരുന്നു മീഴോട്. ഓക്കെ. കൊച്ചിയില് മീഴോട് ആഡ് ചെയ്തു. ഡാൻസ് ചെയ്യാനാണ് പോയത്, പക്ഷെ അതിൻ്റെ അകത്ത് സ്റ്റോറി അപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ച് ആക്ടിങ് ഇതൊക്കെ കിട്ടിയാണ്. അതിലെ ഡയറക്ടർ ഈ പറഞ്ഞ സ്ലീപ്പ് വെൽ മാട്രസിന്റെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് എടാ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയതാണ്. പോയി അവർ സെലക്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത്, അതും തമിഴ് ആഡായിരുന്നു. ഓക്കെ. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് റിലീസ് ചെയ്യണ സമയമായപ്പോഴത്തേക്കും ചെന്നൈയിലെ കടകൾ പൂട്ടി. ഓക്കെ. ഈ കടകൾ പൂട്ടിയിരിക്കുന്ന ഈ കടയിൽ നിന്ന് ആരെങ്കിലും മാട്രസ് വാങ്ങിക്കൂ? ഇല്ലല്ലോ. അങ്ങനെ അത് ഇതുവരെ അത് പെട്ടിയിലായി, അത് റിലീസ് ആയിട്ടില്ല. ഓക്കെ. അത് റിലീസ് ആകാൻ വഴി ഉണ്ടാവില്ലല്ലേ? അത് എനിക്ക് ഡൗട്ടാണ്. അതേപോലെ ചേട്ടന്റെ മരണം, കോവിഡ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കുറെ അഡ്വർടൈസ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോ ഈ ഒരു സോങ് ചെയ്യാൻ വേണ്ടി സിനിമയിലാണെങ്കിൽ ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കിട്ടാറുണ്ട്. ശരിക്കും ഒരു 10 സെക്കൻഡ് ഇല്ലെങ്കിൽ 5 സെക്കൻഡ് ഒക്കെ, 30 സെക്കൻഡിൽ 1 മിനിറ്റ് താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. സിനിമയിലുള്ള വലിയൊരു സ്റ്റെപ്പ് ഇടാൻ പോലുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ആ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഒരു ഫീല് ഈ കുറഞ്ഞ സമയത്ത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് കൊറിയോഗ്രാഫിയിൽ? അത് ഡിസ്കഷൻ വെച്ച് തന്നെ ഡയറക്ടറായിട്ടുള്ള മീറ്റിംഗിൽ ആണ് അവർക്ക് കറക്റ്റ് പോയിന്റ് അറിയാം. അവർക്ക് ഈ പോർഷനിൽ ഇത്ര സെക്കൻഡിന് മതി എന്നവർ പറയും. അത് വെച്ചിട്ട് അത് ഞാൻ ഒരുപാട് ആലോചിച്ച് ആണ് അവസാനം ഒരു സ്റ്റെപ്പിലോട്ട് എത്തുന്നത്. അങ്ങനെയാണ് ആഡ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. കട്ട്സിലാണെങ്കിൽ അതിനൊരുപാട് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര പാടുമാണ് അത് ചെയ്യാൻ. സാധാ ഒരു സോങ് കൊറിയോഗ്രാഫി കണക്കല്ല, ഇത്രയും സെക്കൻഡിൽ നമ്മളത് കാണിക്കുകയും വേണം. സ്റ്റെപ്പ് ആൾക്കാർക്ക് റീച്ചും ആവണം. അത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് ഒരു സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത്. ശരിക്കും ഡയറക്ഷൻ ആണോ താല്പര്യം കൂടുതൽ, ഈ പറയുന്ന കൊറിയോഗ്രാഫി ആണോ? എനിക്ക് ആക്ച്വലി ഡയറക്ഷനാണ് താല്പര്യം കൂടുതലും. കൊറിയോഗ്രാഫി ഒരു ഇഷ്ടമാണ്, കൊറിയോഗ്രാഫി ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അത് ഞാൻ ഇതുവരെ അങ്ങനെ പോയി ചാൻസ് ചോദിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം ഇങ്ങോട്ട് തേടി വന്നിട്ടില്ല. ഇപ്പം നരിവേട്ട ആണെങ്കിൽ പോലും അനുരാജ് ബ്രോ വിളിച്ചാണ് എനിക്ക് നരിവേട്ട ആ ഒരു സോങ് കിട്ടുന്നത്. അരുൺ ടി ശശി സിനിമാറ്റോഗ്രാഫർ ചോദിച്ചൊരു ചോദ്യമാണ്. ആസ് എ കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ, വ്യക്തി എന്നുള്ള നിലയ്ക്കും ജീവിത ശൈലിയിലും വന്നേക്കുന്ന ഒരു മാറ്റം, സമയം എന്ന് പറയുന്നത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. എന്നുവെച്ചാൽ നമ്മളൊരു കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഇന്ന ടൈമിൽ അത് ഷൂട്ട് ചെയ്ത്, അത് ഇപ്പം 2 ദിവസമാണെങ്കിൽ 2 ദിവസം ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യണം. ടൈമിൻ്റെ വില ഞാൻ ഈ കൊറിയോഗ്രാഫർ എന്നുള്ള ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇപ്പം അത് പ്രൊഡ്യൂസറിനാണെങ്കിൽ സമയത്തിനാണ് പൈസ. അതേ കണക്ക് തന്നെ കറക്റ്റ് ടൈമിന് ഒരു സ്ഥലത്ത് പോവുക, കറക്റ്റ് സമയത്തിനെല്ലാം ചെയ്യുക, അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് നരിവേട്ടനിലേക്ക് വരാം. ആടു പൊന്മയിനെ എന്ന് പറയുന്ന സോങ് റിലീസായി. അതിനുശേഷം ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ട് നമ്മുടെ വേടൻ വാടാ വേട എന്ന് പറയുന്ന ഒരു സോങ്ങിന്, അതിലും കൊറിയോഗ്രാഫർ സ്പ്രിങ് എന്ന് കണ്ടിരുന്നു. അതിനകത്തൊരു ചെറിയ പോർഷൻ ചെറിയൊരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കോൺസെപ്റ്റും ഡയറക്ഷനും ചെയ്തത് സാജിദ് ബ്രോയാണ്. പക്ഷെ ഞാനും ഉണ്ടായിരുന്നു കൂടെ, രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട്. ഈ സാജിദ് എന്ന് പറയുന്ന ഡയറക്ടർ അല്ലേ? അതെ, മോഹൻലാൽ, ഗൾബിന്റെ ഒക്കെ ഡയറക്ടർ. വേടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
ഞാൻ ആദ്യമായിട്ടാണ് വേടനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളിയായിരുന്നു. സെറ്റ്. നല്ല നല്ല എന്താ പറയുന്ന നല്ല ക്യാരക്ടർ വേടൻ. യാ. അതേപോലെ തന്നെ പാട്ടും പെർഫോമറാണ് പുള്ളി. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഒരു സീക്വൻസ് അത് ആ ആക്ഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അടിപൊളി പെർഫോമറാണ് പുള്ളി. അതും ഹൃദയത്തിൽ നിന്നാണ് ആ പാട്ടുകൾ വരുന്നത്. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, അസാധ്യ പെർഫോമറാണ് പുള്ളിക്കാരൻ. ഓക്കെ, നമ്മളതാണ് സ്റ്റേജിലും കാണുന്നത്, പാട്ടിലും ഉണ്ട്. എനർജി അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഏകദേശം 10-22 വർഷങ്ങളായെന്ന് തോന്നുന്നു. 2023 ഒരു ഫെബ്രുവരി 19 നമ്മളുടെ ഈ മുത്തങ്ങ സമരം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സോങ്ങും ഈ പറയുന്ന ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ആ മുത്തങ്ങ സമരവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സമയത്ത് എനിക്ക് നല്ല ഒരു വേദന ഉണ്ടാക്കി. ഇന്ന് അതിൻ്റെ 1-2 ഷോർട്സുകൾ കണ്ടിട്ട് തന്നെ ആ ഒരു സാധനം എനിക്ക് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ട്, ആ ഒരു ഇൻസിഡന്റ്. ഇത് ഡയറക്ടറും ക്രൂവും തന്നെ പറയുന്നുണ്ട്, ഇത് മുത്തങ്ങ മാത്രമല്ല പല ഇൻസിഡന്റിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൽ നിന്നിട്ട് ഒരാൾ, കാര്യം നമ്മളെല്ലാം കൂടെ ചേർന്നിരുന്നിട്ട് അരുൺ, ക്യാമറമാൻ 2 അരുണുണ്ട്, ഇതിനകത്ത് മുജീബ്, നീയെ, അതിനകത്തുനിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി നിൽക്കുമ്പം ഒരുപാട് സന്തോഷം. ഈ പറയുന്ന നരിവേട്ട ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരുപാട് കൊറിയോഗ്രാഫിയിലും ഒക്കെ ഉയർച്ചയുണ്ടാകട്ടെ, നല്ല ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകളുമായിട്ട് OED മീഡിയയുടെ ക്രൂവിനും എൻ്റെയുമായിട്ടുള്ള എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.